ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ബെയിലി പാലം പൂർത്തിയാക്കി സൈന്യം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി. വയനാടിന് കൈത്താങ്ങായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കാലവർഷക്കെടുതി ആശങ്കയിൽ ജില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരുവന്നൂർ ഗായത്രി പുഴകളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പീച്ചിയിൽ ഡാം തുറക്കുന്നതിലുണ്ടായ ജാഗ്രത കുറവിനെതിരെ പ്രതിഷേധം ശക്തം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചയും അവധി. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം വിദഗ്ധ സംഘം പരിശോധിച്ചു. വടക്കാഞ്ചേരി നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളക്കെട്ടിൽ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം. വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ എഇക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി എംഎൽഎ. മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എംഎൽഎയും എഇയുമായി തർക്കം നടന്നത്. മണലിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞില്ല. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നു. മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാത പട്ടിക്കാടും വാണിയമ്പാറയിലും അപകട ഭീതി പരത്തി മണ്ണിടിച്ചിൽ തുടരുന്നു. ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നു. ഇടിഞ്ഞു വീണ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കം തടഞ്ഞു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം വെള്ളിയാഴ്ചയും തുടരും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലിയാറിൽ തെരച്ചിൽ തുടരാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടുത്തിയത് 1592 പേരെയാണ്. 2000ഓളം പേരാണ് ക്യാമ്പുകളിൽ തുടരുന്നത്. 1200ഓളം പേരാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. 297 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്. 240 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ചൂരൽമലയിൽ സൈന്യത്തിന്റെ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായി. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ദുരന്തസ്ഥലം സന്ദർശിച്ചു. വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലേക്ക് തൃശൂരിൽ നിന്ന് 10 ആംബുലൻസുകളും 10 ഫ്രീസറുകളുമായി ഒരു സംഘം പുറപ്പെട്ടു. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ സുശീൽ മണലാറുകാവും സുഹൃത്തുക്കളുമാണ് ആംബുലൻസുകളും ഫ്രീസറുകളുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഫ്രീസറുകളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതറിഞ്ഞാണ് തൃശൂരിൽ നിന്ന് ഫ്രീസറുകൾ എത്തിക്കുന്നത്. ഇവർക്ക് വയനാട്ടിലേക്ക് പോകാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. വയനാടിന് കൈത്താങ്ങായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ദുരന്തം വിതച്ച വയനാട്ടിലെ ദുരിതബാധിതർക്കായി 10 ലക്ഷം രൂപയാണ് സിഒഎ ആദ്യ ഗഡുവായി കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പണം കൈമാറിയിരിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ ആശങ്കയൊഴിയാതെ ജില്ല. പുഴകളിലെ ജലനിരപ്പ് അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ അലർട്ട് പ്രഖ്യാപിച്ചു. കരുവന്നൂർ ഗായത്രി പുഴകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടപ്പുറം കീച്ചേരി പുഴയിൽ മഞ്ഞ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ ഷട്ടർ 26 ഇഞ്ചായി താഴ്ത്തി. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും തുടരുകയാണ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വെള്ളക്കെട്ട് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങി. പെരിങ്ങാവ്, കുണ്ടുവാറ എന്നിവിടങ്ങളിൽ വെള്ളമിറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ വീടുകളിലേക്ക് മടങ്ങി. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വെള്ളക്കെട്ടിലായ പുത്തൂർ കുന്നങ്കാട്ടുകരയിൽ വെള്ളം താഴ്ന്നു. കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ 3-ാം ദിവസവും കണ്ടെത്താനായില്ല. പ്രളയസമാനമായ രീതിയിൽ വെള്ളമുയർന്ന ആമ്പല്ലൂർ, പുലക്കാട്ടുകര എന്നിവിടങ്ങളിൽ വെള്ളം താഴ്ന്നു. ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ തൃശൂർ ഗുരുവായൂർ പാതയിൽ ട്രെയിനുകൾ സർവീസ് നടത്തിയില്ല. തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മഴക്കെടുതി നേരിടാൻ ജില്ല സജ്ജമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും മന്ത്രി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കെടുതി നേരിടാൻ മികച്ച മുന്നൊരുക്കമാണ് ജില്ല നടത്തുന്നത്. വെള്ളക്കെട്ട് മൂലം നിലവിൽ 144 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നത്. ഇതിൽ 2984 കുടുംബങ്ങളിലെ കുട്ടികളടക്കം 7864 പേരുണ്ട്. ഇവർക്കാവശ്യമായ സജ്ജീകരണങ്ങൾ തദ്ദേശീയമായി തന്നെ നൽകി വരുന്നുണ്ട്. വടക്കാഞ്ചേരി അകമലയിലും ചേലക്കര, പാഞ്ഞാൾ, ചിറക്കോണത്തും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇവിടങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ഭീതിജനകമായ സാഹചര്യം നിലവിലില്ലെങ്കിൽ കൂടി
ജാഗ്രതയുടെ ഭാഗമായുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. വടക്കാഞ്ചേരിയിലെ അകമല, ചേലക്കര, പാഞ്ഞാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന്റെ സാധ്യതയെക്കുറിച്ച് ജിയോളജിസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ആ പ്രദേശങ്ങളിലെ നിവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചാഴൂർ വൈക്കോൽച്ചിറ കമാൻഡ് മുഖം സ്ലൂയിസ് തള്ളിയതിലെ തുടർ നടപടികൾ സ്വീകരിക്കും. ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡ് മുഖം സ്ലൂയിസ് ശക്തമായിട്ടുള്ള ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയിട്ടുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാർ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തുള്ള കുടുംബങ്ങളെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസം പകരുന്നതാണെന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം വിലയിരുത്തി. വയനാടിന് കൈത്താങ്ങായി നിലവിൽ 8 ട്രക്കോളം അവശ്യ സാധനങ്ങൾ ജില്ലയിൽ നിന്നും സമാഹരിച്ച് കയറ്റിവിട്ടു. ഇനി ആവശ്യമെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഒരു 6 ട്രക്ക് നമ്മൾ ഇന്നലെ അയക്കുകയുണ്ടായി. കൂടാതെ 2 ട്രക്കും ഇന്നലെ രാവിലെ നമുക്ക് പോവുകയുണ്ടായി. പുതിയതായിട്ട് എന്തെങ്കിലും അയക്കണമെങ്കിൽ അവിടുന്ന് ഒരു നിർദ്ദേശം തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പം സ്വീകരിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കർണാടകയിലെ ഷിരൂർ രക്ഷാപ്രവർത്തനത്തിനായി ജില്ലയിൽ നിന്നും ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുപോകുന്നത് ഫലം കാണില്ലെന്നാണ് ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം 3-അംഗ വിദഗ്ധ സംഘം നൽകിയ റിപ്പോർട്ട്. ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുമെന്നും കളക്ടർ പറഞ്ഞു. അവിടുത്തെ ഫ്ലോ ലെവൽ കൂടുതലായതുകൊണ്ടും ഡെപ്ത് കൂടുതലായതുകൊണ്ട് ഈ മെഷീൻ അവിടെ പ്രാക്ടിക്കലായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യും. നേരത്തെ കാർഷിക സർവകലാശാലയെ ഡ്രഡ്ജിംഗ് യന്ത്രം ഷിരൂരിലെത്തിച്ച് നദിയിൽ തിരച്ചിൽ നടത്താൻ ആലോചിച്ചിരുന്നു. TCV തൃശൂർ. ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചേറൂർ NSUPS സ്കൂളിലെയും ക്യാമ്പുകൾ സന്ദർശിച്ച് മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാലവർഷക്കെടുതിയെ നേരിടുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ വിഭാഗവും കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളുടെ ചുമതല വില്ലേജ് ഓഫീസർമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഏകോപന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് നൽകിയിരിക്കുന്നത്. ചിമ്മണി ഡാം കൂടുതൽ തുറന്നതോടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കരുവന്നൂർ കുറുമാലിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇല്ലിക്കൽ ഷട്ടറുകൾ തുറക്കും. ചാഴൂർ പഞ്ചായത്ത് പരിധിയിൽ സ്ലൂയിസ് തകർന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറും ഉദ്യോഗസ്ഥരും പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഈ കാലവർഷക്കെടുതിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ അധികാരികളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ക്യാമ്പുകളുടെ സംഘാടന ചുമതല വില്ലേജ് ഓഫീസർമാർക്കും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏകോപനത്തിൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുക. വിവിധ വകുപ്പുകൾ അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട് കർമ്മനിരതരായിട്ട് രംഗത്തുണ്ട്. ആദ്യ ദിവസം ചേർന്ന യോഗത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് യോഗങ്ങൾ നടത്തുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരവരുടെ തലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകുകയാണ്. എന്നാൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വെള്ളം ഇറങ്ങിയ സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് ആളുകൾ തിരിച്ചുപോയി തുടങ്ങി. കോർപ്പറേഷൻ പരിധിയിലെ ക്യാമ്പുകൾ പൂർണ്ണമായും അടയ്ക്കില്ല. പീച്ചിയിൽ നിന്നുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടതോടെ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ വകുപ്പിന്റെയും പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ് തൃശൂർ. പീച്ചിയിൽ ഡാം തുറക്കുന്നതിലുണ്ടായ ജാഗ്രത കുറവിനെതിരെ പ്രതിഷേധം ശക്തം. ഡാം തുറക്കുന്നതിലുണ്ടായ അശാസ്ത്രീയതയാണ് കനത്ത വെള്ളക്കെട്ടിന് കാരണമായതെന്ന് ആക്ഷേപം. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ജാഗ്രത കുറവ് ഒരു ജനതയെ എത്രമാത്രം ദുരിതത്തിലെത്തിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ജൂലൈ 29 രാത്രി പരമാവധി 30 സെന്റിമീറ്റർ വരെ മാത്രം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ കളക്ടർ ഡാം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അധികാരം നൽകിയിരുന്നു. എന്നാൽ മഴ ശക്തമായി എന്ന് പറഞ്ഞ് 180 സെന്റിമീറ്ററോളമാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. ഇതോടെ മണലിപ്പുഴയിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നു. മണലിപ്പുഴയുടെ തീരത്തുള്ളവർ മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പീച്ചിയിൽ നിന്ന് എത്തുന്ന വെള്ളത്തോടെ ദുരിതം അനുഭവിച്ചു. ഒരുപാട് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ആ ദുരിതങ്ങൾ നമ്മൾ കണ്ടതാണ്. 2018 പ്രളയകാലത്ത് സംസ്ഥാനം മുഴുവൻ മഴയുണ്ടായപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ ഡാമുകളും ഒരേ സമയം തുറന്നത് സംബന്ധിച്ച് നമ്മളേറെ ചർച്ച ചെയ്തതാണ്.
അന്ന് ഇനി ഒരിക്കലും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുകയുമുണ്ടായി. പക്ഷേ ആ സാഹചര്യം വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ പീച്ചിയുടെ കാര്യത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കുക, ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കുക. ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ, അവർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പീച്ചിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. പുത്തൂരിലെ കൈനൂരിനെ വെള്ളത്തിൽ മുക്കിയത് കൈനൂർ ചിറ ശുചീകരണത്തിലെ പാളിച്ചയെന്ന് ആരോപണം. 2018 പ്രളയത്തിന് ശേഷം കൈനൂരിലെ വീടുകൾ വെള്ളത്തിൽ മുങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ചിറയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതിലെ വീഴ്ചയും അനിയന്ത്രിതമായി പീച്ചി ഡാമിൽ നിന്ന് ഒറ്റ ദിവസം വെള്ളം തുറന്നുവിട്ടതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. നടത്തറ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലാണ് കൈനൂർ ചിറ സ്ഥിതി ചെയ്യുന്നത്. പുത്തൂർ നടത്തറ പഞ്ചായത്ത് അധികൃതർ നേരത്തെ തന്നെ ചിറയിലെ ചണ്ടിയും മറ്റും നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച തുടർ നടപടികളെടുക്കാൻ വൈകിയതാണ് ചിറയിലെ വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിച്ചത്. കാലങ്ങളായിട്ട് ചെയ്യുന്ന നടപടി ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈനൂർ ചിറയുടെ അവിടെ വെള്ളം തടിച്ചു നിൽക്കില്ല, അതുപോലെ ചണ്ടികളൊന്നും അറിയില്ല. നമ്മുടെ കണ്ണാറ പാലം തൊട്ടാണ് ചണ്ടികൾ ഉള്ളത് അധികം കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ആപത്തിന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു ഈ പ്രാവശ്യം. അതിനുള്ള മഴയൊന്നും ഇപ്പോഴും ഇവിടെ ഇത് പെയ്തിട്ടില്ല. ഇവിടെയുള്ള 4-6 കള്ളികൾ അടഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഈ കള്ളിയിൽ ഞങ്ങൾ അരക്കള്ളി എന്ന് തന്നെ പറയാം. അരക്കള്ളിയിൽ ഒരു ബോട്ടാണ് വന്നിരിക്കുന്നത്. അത് ഏതോ വീട്ടിൽ പേഴ്സണൽ യൂസ് ഉപയോഗിക്കുന്ന ബോട്ടാണ്. അത് വന്നിരുന്ന ഈ കള്ളി കൂടെ തീരെ വെള്ളമില്ല. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ അളവ് കുറവ്. മേജർ ഇറിഗേഷനാണ് ചണ്ടിയും മറ്റു തടസ്സങ്ങളും നീക്കം ചെയ്യേണ്ടതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടും കൈനൂർ ഭാഗത്തെ വെള്ളം പൂർണ്ണമായും ഒഴിയാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചണ്ടിയും മറ്റു തടസ്സങ്ങളും നീക്കം ചെയ്തതോടെ ചിറയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കൂടിയിട്ടുണ്ട്. നിലവിൽ ചിറ കവിഞ്ഞാണ് ഒഴുകുന്നത്. മൂർക്കനിക്കര സെന്ററിൽ വെള്ളക്കെട്ട് താഴ്ന്നിട്ടുണ്ട്. പുത്തൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളായി 1350ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിരവധി പേരുടെ കാർഷിക വിളകളും നശിച്ചു. നാശനഷ്ടങ്ങളുടെ കണക്ക് പഞ്ചായത്ത് അധികൃതർ ശേഖരിച്ചു വരികയാണ്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. പൂങ്കുന്നം സീതാറാം മില്ലിന് സമീപം റോഡിൽ മരക്കൊമ്പൊടിഞ്ഞു വീണു. കാൽനട യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു. പൂങ്കുന്നം സ്വദേശി മീന, മകൾ ദേവിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായി. പുഴയ്ക്കൽ പാടത്ത് വെള്ളമുയർന്ന് MLA റോഡിലും ഗുരുവായൂർ റോഡിലും കഴിഞ്ഞ ദിവസം വെള്ളമുയർന്നിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങൾക്ക് സഞ്ചരിക്കാനായിരുന്നില്ല. മഴ ശമിച്ചതോടെ വെള്ളക്കെട്ടും കുറവായി. പീച്ചി ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതും പുഴയ്ക്കലിലെ വെള്ളക്കെട്ട് താഴാൻ കാരണമായി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ കടൽക്ഷോഭം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പ്. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണം. വെള്ളിയാഴ്ച രാത്രി 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കാട്ടൂർ പഞ്ചായത്തിൽ 2ാമത്തെ ക്യാമ്പ് അനുവദിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല. ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് ക്യാമ്പ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കരാഞ്ചിറ സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 105 പേരെ താമസിപ്പിച്ചിരുന്നു. കൂടുതൽ പേരെ താമസിപ്പിക്കാൻ ഇവിടെ സാധിക്കാത്തതിനാൽ പുതിയ ക്യാമ്പ് പോംപെ സെന്റ് മേരീസ് സ്കൂളിൽ ആരംഭിക്കാൻ പഞ്ചായത്ത് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി സ്കൂൾ അധികൃതരുമായി റവന്യൂ വകുപ്പും പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ടുവെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിന് സ്കൂൾ കെട്ടിടം വിട്ടുകൊടുക്കാൻ മാനേജർ വിസമ്മതിക്കുകയായിരുന്നു. പിന്നീട് തഹസിൽദാർ നേരിട്ട് ഇടപെട്ടിട്ടും മാനേജർ സമ്മതിക്കാതിരിക്കുകയും ചെയ്തതോടെ പഞ്ചായത്ത് അധികൃതർ ഗേറ്റ് തുറന്ന് ആളുകളെ ക്യാമ്പിലേക്ക് കയറ്റുകയായിരുന്നു. സ്കൂളിലെത്തിയ മാനേജർ പഞ്ചായത്ത് അധികൃതരുടെ നടപടി ചോദ്യം ചെയ്തു. സർക്കാർ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വിദ്യാലയമായിട്ടുകൂടി ദുരിതകാലത്ത് നാടിനോട് സ്കൂൾ മാനേജ്മെന്റ് കാണിച്ച അവഗണനയിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലുള്ള അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശം വിദഗ്ധ സംഘം പരിശോധിച്ചു.
കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് വെള്ളമൊഴുകി വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി ഏതാനും കുടുംബങ്ങളെ ബുധനാഴ്ച രാത്രി നഗരസഭാ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച സ്ഥലത്തെത്തിയ വിദഗ്ധ സംഘം വിശദമായ പരിശോധന നടത്തി. ജിയോളജി ഓഫീസർ മനോജ്, ഗ്രൌണ്ട് ലെവൽ വാട്ടർ ഓഫീസർ സന്തോഷ്, സോയിൽ ഓഫീസർ ബിന്ദു മേനോൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തഹസിൽദാർ KC അനുപമൻ, സെക്രട്ടറി KK മനോജ് എന്നിവരും വിദഗ്ധ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം അകമല മേഖലയിൽ നിന്നും 2 മണിക്കൂറിനുള്ളിൽ ആളുകളോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയതായി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഭൂമിയുടെ അടിയിൽ നിന്നല്ല പ്രവർത്തനം, മുകളിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്രൗൺ എന്ന് പറയും. ക്രൗൺ എന്നാണ് പറയുക. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ അടിഭാഗത്ത് അതിന്റെ വാല് അഥവാ ടോ അത് കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിംഗ് ആണ് ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കയറ്റത്ത് നിർത്തിയാൽ അതിന് ഊട് വെച്ച് കൊടുക്കും. നമ്മൾ ആ ഊട് തള്ളിക്കളക്കും. മീൻസ് ആ സ്ലോപ്പിലെ ടോ കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിങ് നടത്തി കഴിഞ്ഞപ്പോൾ വന്നു. രണ്ടാമത്തെ കാര്യം, ആ മണ്ണിടിഞ്ഞിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീമിന്റെ നടുവിലാണ്. ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീമുണ്ട്, അതായത് അരുവികൾ ഒരു മരത്തിന്റെ ചില്ലയെ സൂചിപ്പിക്കുന്ന പോലെ ആ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിനെ നടുക്ക് കൊട്ട് ചെയ്തിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടേക്ക് മണ്ണ് വീഴുക എന്ന് തന്നെയാണ് ശാസ്ത്രം. ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഫീൽഡ് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീടുകളിൽ അത് നോക്കിയിട്ട് വിസിനിറ്റി നോക്കിയിട്ട് അവരാണ് ഈ പ്രദേശത്ത് ഇപ്പൊ താമസയോഗ്യം. മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആവാനേ കുറച്ച് സമയം മാറി നിൽക്കുക, മഴ മാറുന്നവരെ മാറി നിൽക്കുക എന്ന് തന്നെയാണ് വഴി കൊടുക്കാതെ. വടക്കാഞ്ചേരിയിലെ വെള്ളക്കെട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം. വടക്കാഞ്ചേരി ടൗണിലും ഓട്ടുപാറയിലും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോൾ സ്ഥാപനങ്ങൾ തുറന്നു നോക്കിയ വ്യാപാരികൾ നഷ്ടത്തിന്റെ തീവ്രത അറിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ മരുന്നുകൾ, കമ്പ്യൂട്ടറുകൾ, ഇൻവെർട്ടറുകൾ, UPS, ഗൃഹോപകരണ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയെല്ലാം വെള്ളം കയറി നശിച്ച നിലയിലാണ്. ഓണവിപണി പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നശിച്ചതായി വ്യാപാരികൾ അറിയിച്ചു. 2 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. വലിയ നഷ്ടമാണ് എല്ലാ വ്യാപാരികൾക്കും വടക്കാഞ്ചേരി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. മുന്നറിയിപ്പില്ലാതെ, കൃത്യമായ രീതിയിൽ പ്ലാനിംഗ് ഇല്ലാതെ വെള്ളം തുറന്നുവിട്ടതിൻ്റെ പരിണിത ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾ. യാതൊരുവിധ നഷ്ടപരിഹാരമോ സർക്കാരിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചാണ് വ്യാപാരി സമൂഹം ഇന്ന് വടക്കാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓട്ടുപാറയിലെ 2 സ്വകാര്യ ആശുപത്രികളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലെ ആധുനിക യന്ത്രങ്ങളും കട്ടിലുകൾ, കിടക്ക എന്നിവയും നശിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ചെളിയും മണ്ണും അടിഞ്ഞു കയറിയ സ്ഥാപനങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്നു പ്രവർത്തിക്കാനാകൂ. സർക്കാർ ഇടപെട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. TCB ന്യൂസ്, വടക്കാഞ്ചേരി. വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയതിനെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാച്ചിക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. സ്ഥലം സന്ദർശിക്കാനെത്തിയ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘത്തിന് നേരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് പള്ളിപ്പാടം പൂവാച്ചിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കുന്നിടിച്ച് വൻതോതിലാണ് മണ്ണെടുപ്പ് നടന്നിരുന്നത്. കുന്നിനു ചുറ്റും 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മുൻപ് കുന്നിൽ നിന്നും ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ ജിയോളജി അധികൃതർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. TCV ഉൾപ്പെടെയുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് സ്ഥലം MLA-യായ മന്ത്രി MB രാജേഷ് സംഭവത്തിൽ ഇടപെട്ട് മണ്ണെടുപ്പ് തടയാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. മഴ ശക്തമായതോടെ കുന്നിൽ നിന്ന് മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങി. നിലവിൽ മണ്ണിടിച്ചിലിനോടൊപ്പം ശക്തമായ വെള്ളമൊഴുക്കുമുണ്ട്. പ്രദേശത്തെ 60 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയപ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നത്. മണ്ണെടുപ്പിന് അനുമതി നൽകിയ റവന്യൂ ജിയോളജി വകുപ്പ് അധികൃതർ നിലവിലെ സാഹചര്യത്തിന് മറുപടി പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരുമഴ പെയ്ത വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ AE-ക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA. അരുമ്പൂർ പഞ്ചായത്തിലെ കോൾ മേഖലയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ AXC സജിത്തിനോട് MLA യോഗത്തിൽ വെച്ച് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്റെ ഉത്തരവാദിത്തമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന സമീപനം ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത് MLA-യെ ചൊടിപ്പിക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി യോഗം ചേർന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ
അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഏനാമാവ് റെഗുലേറ്ററിലേക്ക് തെക്കൻ ഭാഗത്ത് വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന പെരുമ്പുഴ തോട് വഴി വെള്ളം കടന്നു പോകുമ്പോൾ തൊട്ടടുത്തുള്ള പാടശേഖരങ്ങൾ ആ വെള്ളം അകത്തേക്ക് കടക്കാതെ അടച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മണലൂർ താഴം കോൾപ്പടവിലാണ് ആ സംഭവം നടക്കുന്നത്. ആ ഇതിലെ ഷട്ടർ ചീപ്പുകൾ തുറന്നെങ്കിൽ മാത്രമാണ് ഈ വെള്ളം ഇങ്ങോട്ട് കടന്ന് നേരെ ഫേസ് കനാലിലേക്ക് എത്തുള്ളൂ. വെള്ളത്തിൻ്റെ തീവ്രത കുറയാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് തുറക്കാനാവശ്യമായ യാതൊരു സംവിധാനവും ഇറിഗേഷൻ വകുപ്പ് കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. പങ്കെടുത്ത ഉദ്യോഗസ്ഥൻ പോലും അത് തുറക്കുന്നതിനാവശ്യമായ അനുഭാവപൂർണമായ നിലപാടല്ല, അഥവാ ഏനാമാക്കൾ റെഗുലേറ്ററി കൈകാര്യം ചെയ്യുന്ന കരാറുകാരന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടറുമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി തുറക്കുക, ആ സ്പോട്ടൊന്ന് കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വന്നത്. ഇത് തുറക്കുന്നില്ലെങ്കിൽ നാളെ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ തുറക്കാൻ ആവശ്യമായ നടപടിയെടുക്കും. ജില്ലാ ഭരണകൂടം ആവശ്യമായ നിലപാടെടുക്കുന്നില്ലെങ്കിൽ, ഇറിഗേഷൻ നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആവശ്യമായ നിലപാടെടുത്തുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. യോഗത്തിന് ശേഷം മണലൂർ താഴംകോൾ പടവിലെ കിഴക്കേ ബണ്ടിൽ AXCയുമായി എത്തിയ MLA അടഞ്ഞുകിടക്കുന്ന 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴും അത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥൻ. ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടി വേണമെന്നും MLA ഫോണിൽ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന സ്ലൂയിസുകളാണ് ഇതെന്നും ഒരു കാരണവശാലും തുറക്കാൻ പാടില്ലെന്ന രീതിയിലാണ് ഇവ അടച്ചിരിക്കുന്നതെന്നും സ്ഥലം സന്ദർശിച്ച MLAക്ക് ബോധ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് സ്ലൂയിസുകൾ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നേരിട്ടിടപെട്ട് തുറക്കുമെന്നും ജില്ലാ ഭരണകൂടത്തിന് MLA മുന്നറിയിപ്പ് നൽകി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, ജനപ്രതിനിധികളായ CP പോൾ, K രാഗേഷ്, അന്തിക്കാട് പോലീസ് എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ചാഴൂർ വൈക്കോച്ചിറയിലുള്ള കരുവഞ്ഞൂർ പുഴയിലെ സ്ലൂയിസ് തള്ളിയതിനെ തുടർന്നുള്ള അതിശക്തമായ വെള്ളമൊഴുക്കിൽ 5 പഞ്ചായത്ത് പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായി താമസം മാറ്റിയിരിക്കുന്നത്. കരുവഞ്ഞൂർ പുഴയിൽ നിന്ന് ഹെർബർട്ട് കനാലിലേക്ക് തകർന്ന സ്ലൂയിസിലൂടെ ശക്തമായ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. തകർന്ന സ്ലൂയിസ് അടയ്ക്കാനുള്ള യാതൊരുവിധ നടപടികളും ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വങ്ങൾ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം കൂടിയ തോതിൽ തുറന്നുവിടുന്ന സാഹചര്യമുണ്ടായാൽ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയും ഈ പ്രദേശങ്ങളിൽ സ്ഥിതി രൂക്ഷമാകുമെന്നാണ് ആശങ്ക. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് വെച്ച് ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും നോക്കി നിൽക്കെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അസഭ്യം വിളിച്ച് അപമാനിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ പരാതി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരനെയാണ് പൊതുജനമധ്യത്തിൽ കഴിഞ്ഞ ദിവസം അപമാനിച്ചത്. മണലൂർ കോൾപ്പടവിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നതിനു വേണ്ടി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കർഷകർ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നോക്കി നിൽക്കെ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വാഹനം റോഡരികിൽ കിടക്കുന്നത് കണ്ട് ബസ്സിൽ നിന്ന് അസഭ്യം പറയുകയായിരുന്നു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അന്തിക്കാട് പോലീസിൽ കണ്ടക്ടർക്കെതിരെ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചതായി അന്തിക്കാട് പോലീസ് അറിയിച്ചു. വെള്ളക്കെട്ട് ഒഴിയാതെ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, തലവണിക്കര പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 2 അടിയോളം വെള്ളം താഴ്ന്നെങ്കിലും വീട്ടുകാർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. നിലവിൽ പുലക്കാട്ടുകരയിലെ റോഡുകളിലും പറമ്പുകളിലും ഒഴുക്ക് ശക്തമാണ്. പുതുക്കാട് പഞ്ചായത്തിലെ കേളി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. പ്രദേശത്തെ 25ഓളം വീട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ആമ്പല്ലൂർ, വടക്കുമുറി, കനാൽ പരിസരം, കല്ലൂർപ്പാടം വഴി, കോനിക്കര എന്നീ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. അതേസമയം മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയാണ്. വെള്ളക്കെട്ടിലായ ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിലെ റോഡിൽ ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് കടന്നുപോകുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. വെള്ളക്കെട്ട് ഒഴിയാതെ നെന്മണിക്കര. വടക്കേ പള്ളത്തും നെന്മണിക്കര പ്രദേശത്തുമായി
150-ലേറെ വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. 2 ദിവസം പിന്നിട്ടിട്ടും മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. മണലിപ്പുഴ കരകവിഞ്ഞാണ് പ്രദേശത്ത് വെള്ളം കയറിയത്. നെന്മണിക്കര പ്രദേശത്ത് 80% വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഇവിടെയുള്ളവർ നെന്മണിക്കര MKM UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. മേഖലയിലേക്കുള്ള റോഡുകളും വെള്ളക്കെട്ടിലായതുമൂലം ഏറെ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകട ഭീതി പരത്തി മണ്ണിടിച്ചൽ. ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. പട്ടിക്കാട് സെന്ററിന് സമീപത്തെ സർവീസ് റോഡിലേക്കാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. പകൽ സമയത്ത് ബസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു മണ്ണിടിച്ചിൽ. വൻമരങ്ങളും വലിയ പാറക്കല്ലുകളും അടക്കം റോഡിലേക്ക് പതിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത്. രാവിലെ 8 to 10 വരെ ആ ലാസ്റ്റിലിരുന്ന് ഇവിടെ വരെ വിളിന്നുകൊണ്ടിരുന്നത്. ബസ്സുകളെല്ലാം തിരക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റോഡിൻ്റെ പണിക്കാർ ക്രെയിന് JCB എല്ലാം എടുത്ത് വന്ന് സൈഡാക്കിയിട്ട് മണ്ണെല്ലാം ഒഴിവാക്കിയിട്ട് ആ സൈഡ് കട്ടേണ്ട പേരിക്കാട് അതെല്ലാം സൈഡാക്കിക്കൊണ്ട് എല്ലാം ക്ലിയറാക്കി പോയി. 50 മീറ്ററോളം ദൂരത്ത് സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രധാന പാതയിലേക്കടക്കം വലിയ ഉയരത്തിൽ നിന്ന് വന്നു വീണ മണ്ണും കല്ലും ഭാഗികമായി നീക്കിയ ദേശീയപാത അധികൃതർ നിലവിൽ റോഡിൽ ചെറു ഡിവൈഡറുകളും മണ്ണ് കൂടിയ ഭാഗത്ത് മേൽപ്പാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഏതു നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിൽ നിരവധി മരങ്ങളും കല്ലുകളുമാണ് നിലവിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് നിൽക്കുന്നത്. ശക്തമായ മഴയിൽ ഇവ വീണ്ടും ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. ഇനി വീഴും ഉറപ്പ്. ഇനി മഴ ചരിക്ക് വരും. ഇനി നമുക്ക് സെപ്റ്റംബർ 15 വരെ മഴയുണ്ട്. മഴ വരുമ്പോൾ അപ്പോൾ മണ്ണ് ചരിഞ്ഞു വീഴും. അപ്പോൾ സൈഡ് കുറച്ച് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഹോൾ അടിച്ചിട്ട് കമ്പി എല്ലാം റെഡിയാക്കി കോൺക്രീറ്റ് റെഡിയാക്കാം. ഇതുപോലെ റോഡ് ബ്ലോക്ക് ആവില്ല. ദേശീയപാത നിർമ്മാണത്തിനായി പാറ പൊട്ടിച്ച ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ഇതോടെ പ്രദേശത്ത് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയോ ഗാർഡിയോണുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ നിർമ്മിച്ച് അപകടരഹിതമാക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ദേശീയപാതയിൽ ഷിരൂരിലുണ്ടായ വൻ ദുരന്തം, അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മലയാളികളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇതിന് സമാനമായ രീതിയിലാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലും ഇങ്ങനെ ഇടവിട്ട് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലേക്ക് നിരന്തരം മീറ്ററുകളോളം മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുൻപേ സംരക്ഷണ ഭിത്തികളടക്കം നിർമ്മിച്ച് അത് ഒഴിവാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ക്യാമറമാൻ ആഷിഖ് ബലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ദേശീയപാത വാണിയമ്പാറയിൽ കുന്നിടിഞ്ഞു വീണ മണ്ണ് കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം തടഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമേശ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. യാതൊരു ടെൻഡർ നടപടികളില്ലാതെ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കമാണ് തടഞ്ഞത്. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാവിലെയുമാണ് ലോഡ് കണക്കിന് മണ്ണാണ് കൊണ്ടുപോയത്. അപകടം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇടിച്ചിലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സബ് സെൻ്ററാണ് ഇവിടെ ഈ നിലവിൽ ലാൻഡ്. അത് തകർന്നു പോയതിനു ശേഷം പുതിയ സബ് സെൻ്റർ പണിയെടുത്തു. ആ കുന്ന് വളരെ ഇതായിട്ട് ചരിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇടിഞ്ഞു വരികയും ആ മണ്ണ് ഇവർ യാതൊരു വിലയും മറ്റോ പഞ്ചായത്തിലും മറ്റോ കെട്ടിവെക്കാതെ ലോഡ് കണക്കിന് ഇന്നലെ 50 ലോഡോളം മണ്ണ് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയത് അറിയാൻ കഴിഞ്ഞത് മണ്ണുത്തി പോലുള്ള നഴ്സറികളിലേക്ക് മണ്ണടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞ്. ഹൈവേയിൽ ഒരു ലോഡ് ഇന്നലെ ഇവർ തട്ടിയിട്ടില്ല. 50ഓളം ലോഡ് ഇന്നലെ മണ്ണ് കൊണ്ടുപോയി. അന്നലെ വന്ന് തടഞ്ഞാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് ഇന്നലെ വന്ന് ഇത് കണ്ടപ്പോൾ തന്നെ വന്ന് തടഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ രാത്രി ഏകദേശം 50ഓളം ലോഡ് മണ്ണ് ഇവർ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ പോരിക്കുന്ന മുഴുവൻ മണ്ണുത്തി നഴ്സറികളിലേക്കാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരു റോഡ് സൈഡിൽ ഒരു മണ്ണ് തട്ടിയിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ മണ്ണ് ഇവിടെ നീക്കം ചെയ്യാൻ വേണ്ടി പാടില്ല. പഞ്ചായത്തിൽ കിട്ടുന്ന അർഹതപ്പെട്ട വിഹിതം ആ മണ്ണിൻ്റെ പൈസ പഞ്ചായത്തിൽ അടച്ച് അതിനുശേഷം അവർ ബന്ധപ്പെട്ട വർക്ക് ചെയ്താൽ മതി. പണയത്തിനെടുത്ത കാർ നിറവും നമ്പറും മാറ്റി തട്ടിപ്പ് നടത്തിയ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആനക്കര മാലിലവളപ്പിൽ സുഹൈലിനെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. എരുമപ്പെട്ടി ഊക്കയിൽ അലിയുടെ ഉടമസ്ഥതയിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറാണ് രൂപമാറ്റം നടത്തിയത്. അലിയുടെ കാർ ചിറമനങ്ങാട് സ്വദേശിയായ ഹബീബ് ഓടിക്കാൻ വാങ്ങിക്കുകയും തുടർന്ന് അടാട്ട് സ്വദേശി ശരണിന് പണയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് 10ഓളം പേർക്ക് ഇത്തരത്തിൽ കാർ കൈമാറിയതിനു ശേഷമാണ് പ്രതി സുഹൈലിന്റെ പക്കൽ കാർ എത്തിയത്. 2 ലക്ഷം രൂപയ്ക്കാണ് സുഹൈൽ കാർ പണയത്തിനെടുത്തത്.
ഉടമ കാർ തിരിച്ചറിയാതിരിക്കാനാണ് വെള്ള നിറത്തിലുണ്ടായിരുന്ന കാർ സുഹൈലിന്റെ സ്വിഫ്റ്റ് കാറിന്റെ മോഡലിൽ ചുവന്ന പെയിന്റ് അടിച്ച് ഇയാളുടെ കാറിന്റെ തന്നെ നമ്പർ ബോർഡ് ഘടിപ്പിച്ചത്. കേസിലെ പ്രതി ഹബീബിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ ടീമും എരുമപ്പെട്ടി SI അബ്ദുൽ ജബ്ബാറും ASI KA ഷാജിയും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സുഹൈൽ പിടിയിലായത്. 2 കാറുകളും പോലീസ് പിടിച്ചെടുത്തു. മാള വടമ മേരി റോസറി കുരിശുപള്ളിയും ഓഫീസും കുത്തി തുറന്ന് മോഷണം. പള്ളിയുടെ അകത്തുള്ള നേർച്ചപ്പെട്ടിയും ഓഫീസിൽ അലമാരയും മേശയും കുത്തിപ്പൊളിച്ച നിലയിലാണ്. പള്ളിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. ഓഫീസിലെ അലമാരയും മേശയും കുത്തി തുറന്ന ശേഷം സാധനങ്ങൾ പുറത്തേക്കെടുത്ത് നീക്കിയ നിലയിലാണ്. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനൊരുങ്ങി പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തർപ്പണത്തിന് എത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന കർക്കിടകവാവ് ബലി തർപ്പണത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 700-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലുള്ളത്. ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തോടനുബന്ധിച്ച് പുതിയ ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം 400 പേർക്ക് ഒരേ സമയം ബലിയിടാനാകും. കർക്കിടകവാവ് ബലി ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയതായി ക്ഷേത്രം പ്രസിഡന്റ് MV രാജേന്ദ്രൻ പറഞ്ഞു. ബലിതർപ്പണത്തിന് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. www.bookseva.com എന്ന ആപ്പ് വഴിയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുക. ബലിതർപ്പണത്തിന് വരുന്നവർക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ബലിതർപ്പണത്തിന് വരുന്ന ഭക്തജനങ്ങൾക്കും കൂടെ വരുന്ന കുടുംബാംഗങ്ങൾക്കും വാഹന ഡ്രൈവർമാർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും തർപ്പണത്തിനാവശ്യമായ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നന്ദിക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പറപ്പൂക്കര പൊങ്കോത്ര ചെമ്പിപ്പറമ്പിൽ വീട്ടിൽ 69 വയസ്സുള്ള കരുണാകരനാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയിലെ പ്രധാന പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിട്ട് 5 ദിവസം പിന്നിട്ടു. എടത്തിരുത്തി ഏറാക്കലിലാണ് പൈപ്പ് ലൈൻ പൊട്ടിയത്. തീരദേശത്തെ 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഇതോടെ നിശ്ചലമായത്. പ്രതികൂല കാലാവസ്ഥയിൽ കുഴിയെടുത്ത് പൈപ്പ് നന്നാക്കാൻ ബുദ്ധിമുട്ടായതിനാലും മണ്ണിടിച്ചിൽ ഭീതിയുള്ളതിനാലും കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ സമയമെടുക്കുമെന്ന് ജലസേചന വകുപ്പ് ഇരിങ്ങാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അതേസമയം എല്ലാവിധ മുൻകരുതലുകളും എടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ E.T. ടൈസൺ MLA നിർദ്ദേശം നൽകി. കുന്നുകുളം ഡഫ് സ്കൂൾ കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശി 22 വയസ്സുള്ള സുജാൻ ബസുനെയാണ് മരിച്ചത്. യുവാവിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കരാർ ജോലി ചെയ്തിരുന്ന ഡഫ് സ്കൂളിലെ പഴയ ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6430 രൂപ, പവന് 51,440 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3236 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ബെയിലിപാലം പൂർത്തിയാക്കി സൈന്യം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി. വയനാടിന് കൈത്താങ്ങായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കാലവർഷക്കെടുതി ആശങ്കയിൽ ജില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരുവന്നൂർ ഗായത്രി പുഴകളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പീച്ചിയിൽ ഡാം തുറക്കുന്നതിലുണ്ടായ ജാഗ്രത കുറവിനെതിരെ പ്രതിഷേധം ശക്തം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചയും അവധി. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം വിദഗ്ധ സംഘം പരിശോധിച്ചു. വടക്കാഞ്ചേരി നഗരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിൽ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം. വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ AEക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA.
മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് MLAയും AEയുമായി തർക്കം നടന്നത്. മണലിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടൊഴിഞ്ഞില്ല. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത പട്ടിക്കാട് വാണിയമ്പാറയിലും അപകട ഭീതി പരത്തി മണ്ണിടിച്ചിൽ തുടരുന്നു. ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നു. ഇടിഞ്ഞു വീണ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കം തടഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.